ഹായ് എവരി വൺ, എല്ലാവർക്കും അവോധയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങള്? ഓടിപ്പോണ മാർക്കറ്റിനെ ചാടിപ്പിടിച്ച് കാശാക്കാം, അല്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അവിടെ നിന്ന് മാർക്കറ്റ് നേരെ മേലോട്ടിങ്ങനെ പോകുന്നു. അവിടെ നിന്ന് ഏതൊരു ഒരു സ്ഥലത്ത് വെച്ച് എൻട്രിയും എക്സിറ്റും കണ്ടുപിടിക്കുന്നു. ഇത് എങ്ങനെയൊക്കെ മാർക്കറ്റിൽ നമ്മൾ വന്നിരുന്നു രാവിലെ 9:15 മുതൽ 3:30 വരെ അത്രയും ടെൻഷൻ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മ വന്നിരിക്കുക. കാരണം ഞാൻ ഇപ്പൊ നേരത്തെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു ജോലിയല്ല, അത്രമാത്രം റിസ്കും ഉണ്ട്, അത്രമാത്രം റിവാർഡും നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമ്മ ഇത് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുക? രാവിലെ തന്നെ 9:15 മുമ്പ് വന്ന് ഇരുന്ന് എന്തൊക്കെ നമുക്ക് ചെയ്യാം. അതേപോലെ ഇപ്പൊ ഒരു ഇൻട്രാഡേ ട്രേഡർ ആണ് നമ്മളെങ്കിൽ എങ്ങനെയാണ് ഒരു ട്രേഡിങ് ഡെയിലി വന്നിരിക്കേണ്ടത് എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ നമ്മ വന്നിരുന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താണ്? ഇനി ഒരു കാര്യം കൂടി നമുക്കൊരു പെൻഡിങ് കിടക്കണില്ലേ? ഇനി എന്താ ചെയ്യാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും? മൈൻഡ്. നമ്മുടെ മൈൻഡും അതേപോലെ തന്നെ ഫിക്സ് ആക്കി വെക്കുക. കാരണം എത്രയൊക്കെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ആ ഒരു മൈൻഡ് കൂടി കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുക. അതിന് നല്ലൊരു എൻട്രി തരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ഇപ്പോ 1 ലക്ഷം രൂപ ക്യാപിറ്റലാണ് എന്ന് വിചാരിക്കുക. ഈ 1 ലക്ഷം രൂപ ക്യാപിറ്റല് എന്ത് ചെയ്യും? നല്ലൊരു മൂവ്മെന്റ് അല്ല, ADXും അല്ല, നമ്മുടെ സ്ട്രാറ്റജികളെല്ലാം പക്കിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റല് 1 ലക്ഷം രൂപ തന്നെ ഫുള്ള് കൊണ്ടിടും. അപ്പോ എന്ത് സംഭവിക്കുക? നമ്മുടെ ലോഡ് സൈസ് ഒന്നും കറക്റ്റ് ആയിട്ട് നോക്കാണ്ട് വരുമ്പോ പെട്ടെന്നൊരു മൂവ്മെന്റ് തന്നതിന് ശേഷം ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സും ഡ്രെയിൻ ആയി പോവും, നമ്മുടെ കാശും കത്തിപ്പോവും. ഓക്കെ, അപ്പൊ അതൊക്കെ വളരെയധികം സൂക്ഷിച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പൊസിഷൻ സൈസിങ് കറക്റ്റ് ആയിട്ട് ചെയ്യുക. കാരണം ഇപ്പൊ ഒരു 100 ലോട്ട് എടുക്കേണ്ട സ്ഥലത്ത് 100 ലോട്ട് തന്നെ എടുക്കുക. അതിന് കൂടുതൽ നല്ല ട്രേഡ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ക്യാപിറ്റലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് എടുത്തിട്ട്, കാരണം മാക്സിമം ലോസ്. കാരണം ഒരു പക്ഷെ ചില സമയത്ത് ഒരു 35%, 40% ഒരു ലോസ് ഒക്കെ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും ആ ഒരു ടാർഗറ്റിലേക്ക് എത്താം. അപ്പൊ അതെല്ലാം നമ്മ മനസ്സിൽ കാണണം. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു 1 ലക്ഷം രൂപ നമ്മുടെ ക്യാപിറ്റല് ഫുള്ളായിട്ട് ഇട്ടു. 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇട്ടു. ചിലപ്പോ പെട്ടെന്ന് ഒത്തിരി കൂടി കയറി ഇറങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു ഇറങ്ങി കഴിഞ്ഞാല് നമ്മുടെ കാശിന്റെ പകുതി അവിടെ പോയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് കണ്ട് കളിക്കാൻ വേണ്ടിയാണ് പൊസിഷൻ സൈസിങ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. കൂടുതൽ ലോട്ട് എടുക്കാണ്ട് പയ്യെ ഇൻക്രീസ് ചെയ്ത് നിങ്ങളുടെ പ്രോഫിറ്റിന്റെ ലെവലുകൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രം ലോട്ടുകൾ കൂട്ടി കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ നല്ല ട്രേഡുകൾ എടുത്ത് മനസ്സും ടെക്നിക്കൽ അനാലിസിസും എല്ലാം പെർഫെക്റ്റ് ആക്കുക. ഓരോ ടൈം ഫ്രെയിമിൽ മാനേജ് ചെയ്തത് കൊണ്ടുവരിക. അപ്പൊ നല്ല ട്രേഡേഴ്സ് ആയിട്ട് ഗ്രോ ചെയ്യുക. താങ്ക് യു.